Hello all, welcome back to Win. Today I'm going to discuss about protein. ലാസ്റ്റ് ക്ലാസ്സിൽ അമിനോ ആസിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദാറ്റ്. ഓക്കെ, സോ എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോളിമർ ഓഫ് പ്രോട്ടിയോജനിക് അമിനോ ആസിഡ്സ്. ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള പോളിപെപ്റ്റൈഡ്സ് അതായത് പെപ്റ്റൈഡ് ബോണ്ട്സ് ഉള്ള ഇതിനെയാണ് പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻസ് ആർ മാക്രോമോളിക്യൂൾസ് കമ്പോസ്ഡ് ഓഫ് വൺ ഓർ മോർ പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു വാട്ടർ മോളിക്യൂള് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ വാട്ടർ മോളിക്യൂള് പോയിട്ട് നമുക്ക് അവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പ്രോട്ടീൻസിനെ ഫങ്ഷൻ ബേസ് ചെയ്തിട്ടും ഷേപ്സ് ബേസ് ചെയ്തിട്ടും കമ്പോസിഷൻ ബേസ് ചെയ്തിട്ടും ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് ബേസ് ചെയ്തിട്ടും നമുക്ക് പ്രോട്ടീൻസിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾക്ക് അമിനോ ആസിഡ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുക? സോ ദാറ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു പെപ്റ്റൈഡ് ബോണ്ടാണ് അവിടെ ഉള്ളത്, വേറെ ബോണ്ടൊന്നുമില്ല, പെപ്റ്റൈഡ് ബോണ്ടാണുള്ളത്. അവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു അമൈഡിൻ്റെ എൻ ടെർമിനലും ഉണ്ടാവും, കാർബോക്സിലിക് ആസിഡിൻ്റെ കാർബൺ എൻഡും ഉണ്ടാവും. ഓക്കെ, ദിസ് കണക്ഷൻ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ദാറ്റ് ഈസ് പ്രൈമറി പ്രോട്ടീൻസ്, പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, ദെൻ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ പ്രൈമറി സ്ട്രക്ചറിൻ്റെ കൂടെ എന്ത് പറയുന്നത്, അതിന് നമ്മൾക്ക് ഫോൾഡ് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബൈ ഹൈഡ്രജൻ ബോണ്ട്, ഒരു ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി സ്ട്രക്ചർ. അത് തന്നെ ഹെലിക്കൽ ഷേപ്പ് ഉണ്ട്, പ്ലീറ്റഡ് ഷീറ്റ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ദെൻ ടെർഷറി എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 3D ഫോർമാറ്റിൽ ഫോം ചെയ്യുന്നതാണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടിയിട്ടുള്ള, അതായത് ഒരുപാട് സബ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ബോണ്ട്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് വണ്ണിൽ പെപ്റ്റൈഡ് ബോണ്ട് മാത്രമേ ഉള്ളൂ പ്രൈമറിയിൽ, ദെൻ ഹൈഡ്രജൻ ബോണ്ട്സ് വരുന്നു, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോവലൻ്റ് ആയിട്ടും നോൺ കോവലൻ്റ് ആയിട്ടുള്ള ബോണ്ട്സ് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി സ്ട്രക്ചറിൽ നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? ബൈ എ കോവലൻറ്റ് പെപ്റ്റൈഡ് ലിങ്കേജ്. ജസ്റ്റ് ഒരു കോവലൻറ്റ് പെപ്റ്റൈഡ് ലിങ്കേജ് മാത്രമേ ഉള്ളത്. അതിനെയാണ് നമ്മൾക്ക് സിംപ്ലി പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഈ പ്രൈമറി സ്ട്രക്ചറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് വരികയാണ്. ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻസിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഹൈഡ്രജൻ ബോണ്ട് വരുവാണെങ്കിൽ, അതായത് ഈ ഒരു അമിനോ ഗ്രൂപ്പിലെ ഹൈഡ്രജനും ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പുമായിട്ട് നമ്മൾക്ക് എന്താണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഫോൾഡിങ്ങോ ട്വിസ്റ്റിങ്ങോ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരുപാട് കൈൻഡ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൽഫ ഹെലിക്സ്. ആൽഫ ഹെലിക്സ് പറയുമ്പോൾ നമ്മൾക്ക് ഹെലിക്കൽ കൺഫോർമേഷനാണ് വരുന്നത്. ഓക്കെ, ദെൻ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ദെൻ ബീറ്റ ടേൺ ആൻഡ് ലൂപ്സ്. ഓക്കെ, ദെൻ ഒരു എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട്, അതായത് സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചർ കൂടിയും ഏതിൽ വരുന്നുണ്ട്, ഈ ഒരു സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അങ്ങനെ ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ബീറ്റ ടേൺ ആൻഡ് ലൂപ്സ് ആൻഡ് സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചർ, ഇത്രയുണ്ട്. ആൽഫ ഹെലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിംപ്ലി ഈ ഒരു പിക്ചർ കാണാം. ഈ ഒരു ടൈപ്പാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ജനറലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ കൺഫർമേഷൻ ഉണ്ടാവും,
ലെഫ്റ്റ് ഹാൻഡഡും ഉണ്ട്. പക്ഷെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ളതാണ്, അതായത് ക്ലോക്ക് വൈസ് ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് ഈസ് എ മോസ്റ്റ് സ്റ്റേബിൾ വൺ ബിക്കോസ് നമുക്ക് ലെസ് എനർജി മതി. ഓക്കെ, സോ ജനറലി ആൽഫ ഹെലിക്സിൽ 10 to 15 അമിനോ ആസിഡ്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഈ ഒരു സിംഗിൾ ടേണിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 3.6 റെസിഡ്യൂസ് ഓഫ് അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിംഗിൾ ടേണിൽ ആൽഫ ഹെലിക്സിൻ്റെ ഒരു സിംഗിൾ ടേണിൽ എത്ര അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളത്. ആൻസർ 3.6 റെസിഡ്യൂസ് വരെ പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? അതായത് നമ്മൾ ഫസ്റ്റ് 4 അമിനോ ആസിഡ്സ് എങ്കിലും മിനിമം വേണം. അതിൽ ഫസ്റ്റ് അമിനോ ആസിഡും ഫോർത്ത് അമിനോ ആസിഡും തമ്മിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി. സോ ആൽഫ ഹെലിക്സിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു 3.6 അമിനോ ആസിഡ്സ് ആണ് പെർ ടേൺ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൽഫ ഹെലിക്സ് ഈസ് മേഡപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് നമ്മൾ പഠിച്ചു ഡി ആൻഡ് എൽ ടൈപ്സ്, റൈറ്റ്? ഡി ആൻഡ് എൽ അമിനോ ആസിഡ്സ്. ഇതിൽ ഒന്നുകിൽ എൽ ഓൺലി അല്ലെങ്കിൽ ഡി ഓൺലി, ഒരിക്കലും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരത്തില്ല. സോ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് എൽ അമിനോ ആസിഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, സോ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൽഫ ഹെലിക്സ് ആണ് ഇൻ വിച്ച് ഓൺലി എൽ അമിനോ ആസിഡ്സ് ആർ പ്രസൻറ്റ്. സോ ദിസ് ഈസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത് ബൈ അലാനിൻ, ഗ്ലൂട്ടമിൻ, ഗ്ലൂട്ടമിക് ആസിഡ്, ലൂസിൻ, മെത്തയോണിൻ, ആർജിനിൻ, ഇതൊക്കെ ഫോം ചെയ്യാറുണ്ട്. പക്ഷേ എലാൻ മോസ്റ്റ്ലി ഫേവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കാണിക്കാത്തത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സോ പ്രോലിൻ എന്നുള്ള അമിനോ ആസിഡ് ഒരിക്കലും നമ്മളെ ആൽഫ ഹെലിക്സിൻ്റെ ഒരു ഫോർമേഷന് ഹെൽപ്പ് ചെയ്യത്തില്ല, അത് ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് നമ്മൾ പ്രോളിൻ്റെ സ്ട്രക്ചർ നമ്മൾ അമിനോ ആസിഡ്സ് പറയുമ്പോൾ പറഞ്ഞു പ്രോലിനിൽ നമുക്ക് ഇമ്യൂണോ ഗ്രൂപ്പാണുള്ളത്, റൈറ്റ്? അവിടെ NH2 ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം? ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ പ്രോലിൻ നമ്മൾക്ക് ഒരു ഹെലിക്കൽ സ്ട്രക്ചറിന് ഒരിക്കലും ഫോർമേഷന് ഹെൽപ്പ് ചെയ്യത്തില്ല. സോ പ്രോലിൻ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൽഫ ഹെലിക്സ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് മോസ്റ്റ് ഫേവറബിൾ അലാനിൻ ആണ്. ഗ്ലൈസിൻ ഓൾസോ ഡു ഇറ്റ്, പക്ഷേ കുറച്ചുകൂടെ ബെൻഡ് സ്ട്രക്ചറിനാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലൈസിനൊക്കെ അലാനിൻ നന്നായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട്, പ്രോളിൻ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ആൽഫ ഹെലിക്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡഡ് ആണ്. അതുപോലെ തന്നെ എൽ അമിനോ ആസിഡ്സ് ഓൺലി ആണ് വരുന്നത്, മിക്സ് ചെയ്യത്തില്ല, സെയിം ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഒരു ടേണിൽ തന്നെ, സിംഗിൾ ടേണിൽ തന്നെ നമ്മൾ 3.6 അമിനോ ആസിഡ്സ് റെസിഡ്യൂസ് കാണും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. പ്രോലിൻ ഡിസ്റപ്റ്റ്സ് ആണ് ഈ ഒരു ഹെലിക്കൽ ഫോർമേഷന്. ഓക്കെ, എന്താണ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു, ഹെലിക്കൽ ഷേപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഏത് പറയുന്നത്? ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or more ബീറ്റ സ്ട്രാൻഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് വന്ന് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സിഗ്സാഗ് സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് വരുന്നത് ഇതെങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഇൻ്റർ ചെയിൻ ഹൈഡ്രജൻ ബോണ്ട്സ് ഓർത്ത് വെക്കുക. ഇൻ്റർ ചെയിൻ ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സിൽ എങ്ങനെയാണ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പാരലൽ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ പ്ലീറ്റഡ് ഷീറ്റാണ്. ഐദർ പാരലൽ ഓർ ആൻറ്റി പാരലൽ. പാരലൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാം എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ആൻറ്റി പാരലൽ എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഏതാണ് മോസ്റ്റ് സ്റ്റേബിളായിട്ട് വരുന്നത്? ആൻറ്റി പാരലൽ ആണ്. വൈ?
ബിക്കോസ് നമ്മൾ ആൻറ്റി പാരലൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്ന സമയത്ത് ഇറ്റ് ഫേവേഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് മോർ. ഓക്കെ, അതുകൊണ്ടാണ് ആൻറ്റി പാരലൽ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, സോ പിന്നെ നമ്മൾ ഓർത്ത് വെക്കുക, ഓരോ ബീറ്റാ സ്ട്രാൻഡിലും നമ്മൾക്ക് ഈച്ച് ആൻഡ് എവറി ബീറ്റാ സ്ട്രാൻഡിൽ 3 to 10 അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് സിൽക്ക് എന്ന് പറയുന്നത്. സിൽക്ക് എന്ന് പറയുന്നത് ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ആൻറ്റി പാരലൽ ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് സിൽക്ക് ഫൈബ്രിയോൺ, ഓർത്ത് വെക്കുക. ഇനി രണ്ടും കാണിക്കുന്നതാണ് കാർബോണിക് അൻഹൈഡ്രേസ്. ഓക്കെ, ആൻഡ് പ്രോട്ടീൻസ് മെജോറിറ്റി ഓഫ് ദി സെക്കൻഡറി സ്ട്രക്ചർ ഈസ് ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് കാണിക്കുന്ന ഒന്നാണ് ഫ്ലേവഡോക്സിൻ. ഈ 3 പേരും ഓർത്ത് വെക്കുക: ഫ്ലേവഡോക്സിൻ, കാർബോണിക് അൻഹൈഡ്രേസ്, സിൽക്ക് ഫെബ്രിയോൺ. സോ നമ്മൾ പറഞ്ഞു എന്താണ് പാരലൽ, എന്താണ് ആൻറ്റി പാരലൽ എന്നൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ടേൺ ആണ്. ടേൺ ആൻഡ് ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെ ഒരു ലിങ്കേജ് ആണ്. അതായത് 3 to 5 ആണ് ഇവിടെ നമ്മൾക്ക് എന്താണ് അമിനോ ആസിഡ്സിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ അത്രയും ഷോർട്ടാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. ഇതെന്താ ചെയ്യുന്നത് അറിയാമോ? അതായത് ഇപ്പോൾ ഒരു ഹെലിക്കൽ ഷേപ്പും ഒരു ബീറ്റാ സ്ട്രാൻഡും ഉണ്ടെന്ന് കരുതാം. ഇത് രണ്ടിനെ ഒരു ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ഒരു യു ഷേപ്പിൽ കണക്ട് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ടേൺ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ടേൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പിക്ചറിൽ തന്നെ നോക്കിയാൽ അറിയാം, ഗ്ലൈസീനുണ്ട്, പ്രോലിനുണ്ട്. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പാരലലും ഒന്ന് ആൻറ്റി പാരലലും ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് വഴി യു ഷേപ്പിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടേണിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേൺസ് ഉണ്ട്. ഓക്കെ, അതായത് ആൽഫ, ബീറ്റ, ഗാമ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേൺസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ കാണുന്നത് ബീറ്റ ടേൺ ആണ്. എന്താ പ്രത്യേകത? ആൽഫ ടേണിലാണെങ്കിൽ ഒരു 4 പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ് കാണുന്നത്. അതായത് N തൊട്ടിട്ട് N+4 വരെയാണ് വരുന്നത്. അതായത് 4 പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി ബീറ്റ ടേൺ ആവുന്ന സമയത്ത് N to N+3 ആണ്. അതായത് മോസ്റ്റ് കോമൺലി കാണുന്നതാണ് 3 പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഗാമ ടേൺ ഉണ്ട്. ഗാമ ടേൺ എന്ന് പറയുമ്പോൾ അവിടെ N to N+2, അതായത് 2 പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ് കാണുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണ്, 3 ടൈപ്പ് ടേൺസും ഉണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ബീറ്റ ടേൺ ആണ്. ഓക്കെ, ഇനി ലൂപ്സ് എന്ന് പറയുന്നത് ലോങ് സെഗ്മെൻറ്റ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. നമ്മൾ ടേൺ പറഞ്ഞപ്പോൾ പറഞ്ഞു ഷോർട്ട് സെഗ്മെൻറ്റ്സ് ആണ്, 3 to 5 വരെ വരുന്നുള്ളൂ. പക്ഷേ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി അമിനോ ആസിഡ്സ് ആണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സ്ട്രാ നമ്മൾ പറഞ്ഞു, ഏതാണ്? സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചർ. ഇതിൻ്റെ വേറൊരു നെയിമാണ് മോത്തിഫ്സ്. ഓക്കെ, മോത്തിഫ്സ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പാരലലും ഒരു ആൻറ്റി പാരലലായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിളാണ് ബീറ്റ ആൽഫ ബീറ്റ. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ വൺ. ഓക്കെ, ഒരു പാരലലും ഒരു ആൻറ്റി പാരലലും കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എന്താണ്, ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോത്തിഫ്സ്. ബീറ്റ ആൽഫ ബീറ്റ ഈസ് ദ മോസ്റ്റ് കോമൺ വൺ. ഓക്കെ, ദെൻ ബീറ്റ മെൻഡർ മോത്തിഫ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പാരലലും ആൻറ്റി പാരലായിട്ടും കറക്റ്റ് ആ ഒരു പാരലൽ മോഡലിൽ തന്നെ കണക്ട് ചെയ്ത് വരുന്നതാണ് ബീറ്റ മെൻഡർ മോത്തിഫ്. പിന്നെ ബീറ്റ ബാരൽ ഉണ്ട്. ഗ്രീക്ക് കീ മോട്ടിഫ് ഉണ്ട്. ഗ്രീക്ക് കീ മോട്ടിഫ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീക്ക് പോട്ടറി ആ ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിങ്ങൾ മോത്തിഫിൽ ഓർത്ത് വെക്കേണ്ടത് ബീറ്റ ആൽഫ ബീറ്റ ഓർത്ത് വെച്ചാൽ മതി. ബീറ്റ മെൻഡർ മോത്തിഫ് ഓൾസോ ഓർത്ത് വെച്ചോളൂ. ദിസ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഗ്രീക്ക് കീ മോട്ടിഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? ഇപ്പോൾ നമ്മൾ ടേൺസ് പറഞ്ഞു, ആൽഫ പ്രൈമറി സ്ട്രക്ചർ പറഞ്ഞു, ദെൻ ടേൺസ് പറഞ്ഞു. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ബീറ്റ ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, നൗ 3D സ്ട്രക്ചർ ആണ് ഈ ഒരു ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 3D കൺഫോർമേഷൻ ആണ്. ഓക്കെ, എന്താണ് ഈ ഒരു 3 ഡയമെൻഷനിൽ, അതായത് 3D സ്ട്രക്ചറിൻ്റെ
ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഡൊമെയിൻസ് ആണ്. ഓക്കെ, ഡൊമെയിൻസ് ആണ്. അതായത് അതിലെല്ലാം വരുന്നുണ്ട്. ഹെലിക്കൽ ഷേപ്പും ഷീറ്റ്സും ടേൺസും ഇതെല്ലാം കൂടെ അങ്ങ് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ലൂപ്സ്, ടേൺസ് എല്ലാ സ്ട്രക്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടൊരു ഡൊമെയിൻ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെർഷ്യറി സ്ട്രക്ചറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൊമെയിനാണ്. ഓക്കെ, അത്ര ഓർത്ത് വെക്കാം. പിന്നെ എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്? ഇവിടെ ഒരു എക്സാമ്പിളാണ് മയോഗ്ലോബിൻ. ഓക്കെ, എക്സാമ്പിളാണ് മയോഗ്ലോബിൻ വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെറും പെപ്റ്റൈഡ് ബോണ്ടും വെറും ഹൈഡ്രജൻ ബോണ്ട് മാത്രമല്ല, ഇവിടെ എക്സ്ട്രാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഹിയർ യു ക്യാൻ സി ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, അതുപോലെ ഡൈസൾഫൈഡ് ബോണ്ട്സ് വരുന്നുണ്ട്, സോൾട്ട് ബ്രിഡ്ജ് വരുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്, പോളിപെപ്റ്റൈഡ് ബാക്ക് ബോർഡാണ് വരുന്നത്, എക്സ്ട്രാ നമുക്ക് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് കാണാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഇവിടെ വരുന്നുണ്ട്. അതാണ് ആ ഡിഫറൻസ്. ഓക്കെ, എന്തെല്ലാമാണ് വരുന്നത്? നമുക്ക് കോവലൻ്റ് ആയിട്ടും നോൺ കോവലൻ്റ് ആയിട്ടുള്ള ബോണ്ട്സ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ട്സ്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, വാൻഡർവാൾസ് ഫോഴ്സ് ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട്സ് ആൻഡ് സോൾട്ട് ബ്രിഡ്ജ്, ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ. നോൺ കോവലൻ്റ് ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോഫോബിക്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഹൈഡ്രജൻ ബോണ്ട് എല്ലാം വരുന്നത്. കോവലൻ്റ് ടൈപ്പ് ഇൻട്രാക്ഷനാണ് ഈ ഡൈസൾഫൈഡ് ബ്രിഡ്ജ്. ഓക്കെ, അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ഒരു ഡൈസൾഫൈഡ് ബ്രിഡ്ജ് എപ്പോഴും വരുന്നത് ജനറലി എക്സ്ട്രാ സെല്ലുലാർ മെംബ്രെയിൻ എൻവയോൺമെൻറ്റിലാണ് ഇത് കാണാറുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈസൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ തയോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, തയോൾ ഗ്രൂപ്പിന് സിസ്റ്റീനൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിലെ തയോൾ ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ വഴിയാണ് നമുക്ക് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഏതോ ഒരു ഐ തിങ്ക് ലൈഫ് സയൻസിൻ്റെ CSIR എക്സാമിനായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സൈറ്റോസോളിക് പ്രോട്ടീനിൽ എന്തുകൊണ്ട് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് കാണുന്നില്ല. ഓക്കെ, സോ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സൈറ്റോസോളിക് പ്രോട്ടീനിൽ നമ്മൾക്കൊരു റെഡ്യൂസിങ് എൻവയോൺമെൻ്റ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെയിൻലി നമ്മൾക്ക് ഓക്സിഡേഷൻ എൻവയോൺമെൻറ്റിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനിലൊക്കെ ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്തെല്ലാം ടൈപ്പ് ബോണ്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് 3 ഡയമെൻഷനൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാണ്. അതാണ് ഈ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് തന്നെ ഹോമോ മൾട്ടിമർ ഉണ്ട്, ഹെട്രോ മൾട്ടിമർ ഉണ്ട്. ഹോമോ മൾട്ടിമർ എന്ന് പറയുമ്പം സെയിം ടൈപ്പ് ഓഫ് സബ് യൂണിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഹോമോ മൾട്ടിമർ. ഓക്കെ, ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ ഹെട്രോ മൾട്ടിമർ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, വാൻഡർവാൾസ് ഫോഴ്സാണ്. ഓക്കെ, ക്വാട്ടർണറി സ്ട്രക്ചർ കാണിക്കുന്ന കുറച്ച് എക്സാമ്പിളാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്, ഹീമോഗ്ലോബിൻ, ക്രിയാറ്റിൻ, കൈനേസ്. ഓർത്ത് വെക്കുക കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി എന്തെല്ലാം പ്രോട്ടീൻ സ്ട്രക്ചറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോവലൻ ബോണ്ടായിട്ട് പെപ്റ്റൈഡ് ബോണ്ട്സ് ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്. നോൺ കോവലൻ ബോണ്ടായിട്ട് വരുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഓർ അയണിക് ബോണ്ട്, വാൻഡർവാൾസ് ഇൻട്രാക്ഷൻ. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു സോ മച്ച്.